ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമുക്കിന്നൊരു മട്ടൻ കുറുമേൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ ഓയിലൊഴിച്ച് അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാളയും പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളകും അതുപോലെ പുളിക്ക് ആവശ്യമായിട്ട് ഒരിത്തിരി തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ തക്കാളി ഇട്ട് കൊടുക്കുന്നില്ല, തക്കാളിക്ക് പകരമാണ് തൈര് ഒഴിക്കുന്നത്. തക്കാളി ഇട്ട കറിയുടെ ഒരു കളറ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. ഇനി അതിലേക്ക് ക്ലീനാക്കി വെച്ച മട്ടണും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് ബദാം കുതിർത്തതും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മട്ടണൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. വീഡിയോ നമ്മളേക്കൊന്ന് മിസ്സായിപ്പോയി. അപ്പം ഇനി അതിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മൾ സൂപ്പർ ടേസ്റ്റുള്ള മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കൂടിക്കോളി. താങ്ക് യു.